തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ ഞാൻ 36 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചു. വേറെ അല്ലറ ചില്ലറ കുറച്ച് ലോണുണ്ട്, അതൊക്കെ ഒന്ന് അടച്ചു തീർക്കണ്ടേ. അതുകൊണ്ട് പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഒരു പലചരക്കയുടെ GST-ലാ മൊത്തം ഫണ്ട് മറിച്ചത്. ശരി, വിളിക്കാം. എന്റെ പേരെന്താ ചോദിച്ചേ? എന്റെ പേര് സബീന. നീ എവിടെയാണ് ചോദിച്ചേ? മലയാളം പഠിച്ച? സബീന വേണ്ട, സബീന അത് മതി. അല്ല ഷാനെ, അപ്പൊ ദൂരെ നിൽക്കുന്ന സബീനെ എങ്ങനെ വിളിക്കും? സബീന എന്ന് വിളിക്കും. നിങ്ങൾ ഈ സബീന എന്ന് വിളിച്ചോണ്ടിരിക്കാണ്ട് എന്നെ പിടിച്ചു കെട്ടിയേക്കണ എന്തിനാണ് പറ? മനസ്സിലായില്ലേടി? നിന്നെ ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്ന. എന്റെ ഭർത്താവിന്റെ പേരെന്താടി? എന്റെ ഭർത്താവിന്റെ പേര് രവികുമാർ. രവികുമാർ പോകണ്ടേ? ആ പേര് എഴുതിക്കോ. രവികുമാർ അല്ലടോ, രവികുമാർ. ടെൻഷൻ ആയതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന ആശാനെ. ടെൻഷൻ ആവുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. ആ പറഞ്ഞത് പോയിന്റ്. രവികുമാർ. പുള്ളിയുടെ ഫോൺ നമ്പർ എന്നാടി? ഫോൺ നമ്പറോ? എന്തിനാ? അതൊന്നും തരാൻ പറ്റില്ല. നിനക്ക് ഈ കൊല്ലത്തെ ഗുണ്ടകളെ അറിയാൻ പാടില്ല. ഐസ്ക്രീം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കല്യാണ സ്ഥലത്ത് അലമ്പണ്ടാക്കിയവന്. മദ്യത്തിനൊപ്പം ടച്ചിങ്സ് കിട്ടാത്തതുകൊണ്ട് ബാറും തട്ടുദോശയ്ക്കൊപ്പം ചമ്മന്തി കിട്ടാത്തതുകൊണ്ട് തട്ടുകടയും തല്ലി തകർത്തവനാണ് ഈ ഞാൻ. മന്തിയുടെ അളവ് കുറഞ്ഞതിന് ഹോട്ടല് മുഴുവൻ തല്ലിപ്പൊളിച്ചവനായി ഞാൻ. എനിക്ക് കിൻഡർ ജോയ് വാങ്ങി തന്നതിന് പഞ്ഞിക്കിട്ട ആങ്ങളമാരുള്ള കുടുംബത്തിലെ ഞാൻ കൊല്ലത്തെ. അതുകൊണ്ട് കൊല്ലംകാര് ഗുണ്ടകളാന്നും പറഞ്ഞ് എനിക്കെട്ടുണ്ടാക്കാൻ വരണ്ട കേട്ടോ. നിന്നെ ഇവിടെ കെട്ടിയിട്ടേക്കുവാണെന്നും നീ ഞങ്ങളുടെ തടവിലാണെന്നും നീ മറന്നു പോകരുത്. നിന്റെ കെട്ടിയോണ്ട് നമ്പർ പറയടി. 88 94 46 41 38 24. സ്പീഡ് കുറച്ച് പറവത്തെ നോട്ട് ചെയ്യട്ടെ. നമ്പർ എഴുതില്ലേ? രവി, ആ നമ്പർ നോക്കിയേ അവനെ വിളിക്കുക. രവികുമാർ വിളിക്കുക. ജയിലിൽ കിടക്കുന്ന കുറ്റവാളിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, അത് നിയമം. അതേ ജയിലിൽ കിടക്കുന്ന കുറ്റവാളിക്ക് ഇലക്ഷൻ നിൽക്കാം, അത് പൗരാവകാശം. ഹലോ, രവിസാറല്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. താൻ ഏത് കൂപ്പിലെ ഗുണ്ടയാണോ? ഫോണിങ്ങോട്ട്. മിസ്റ്റർ രവികുമാർ, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാ മതി. നിങ്ങളുടെ ഭാര്യ സബീന ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. സബീന അല്ല, സബീന. 5 ലക്ഷം രൂപ തന്നാ അവളെ ഞങ്ങൾ മോചിപ്പിക്കാം. വാറ്റിട്ട് പോടാ, വേറെ പണിയൊന്നുമില്ല അവനുണ്ട്. നീ പറ. അവൻ ഫോൺ കട്ട് ചെയ്തു. നീ ഒന്ന് അവന്റെ നമ്പർ തെറ്റാണോടി? അല്ല, ട്രൂ കോളിൽ അവന്റെ പേരാണല്ലോ കാണിച്ചത്. അച്ഛനെ, 5 ലക്ഷത്തിൽ ആശാന്റെ ബാധ്യത തീരത്തില്ല. ഒന്നുകൂടെ വിളി. ശരിയാ. ആ പെട്രിയോട്ട്സുടെ 1 പിന്നെ സ്ഥലം വാങ്ങിച്ചതിന് 1.25. സംസം പറയാനേ. സംസം എന്ന് പറഞ്ഞ സ്റ്റോപ്പ്. അതാ ആശാൻ സംസം എന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് നിർത്തിയത്. എടോ സമ്മ കണക്ക് കൂട്ടി പറയാനാ ഞാൻ പറഞ്ഞ. എടോ സംസം എന്ന് പറഞ്ഞാലേ നിൽക്കുന്ന സംസം നിന്നു. ആശാൻ വിളി. നീ എങ്ങാനും ഒരുത്തൻ ജയിലിൽ കിടന്ന, അതും വേറെ ഒരുത്തന്റെ കാശ് വെട്ടിച്ചിട്ട് അകത്തായാണെങ്കിൽ അവന്റെ സകലതും ജപ്തി ചെയ്യും. അതിന് നിയമം എന്ന് പറയും. എന്നാൽ ജയിലിൽ കിടക്കുന്നവന് ഏത് സഭയിലും സത്യപ്രതിജ്ഞ ചെയ്യാം, അതും ജയിലിൽ നിന്നുകൊണ്ട് തന്നെ. അതിന് പൗരാവകാശം എന്ന് പറയും. ഹലോ മിസ്റ്റർ രവികുമാർ അല്ലേ? ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാ മതി. നിങ്ങളുടെ ഭാര്യ സബീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. 7.25 ലക്ഷം രൂപ തന്നാ അവളെ വിട്ടേക്കാം. എടാ, നിന്നോടല്ലടാ നാറി വച്ചിട്ട് പോകാൻ പറഞ്ഞേ. വേറെ ഒരു പണിയില്ല, നീ പറ. ചേടാ, അവൻ ഫോൺ കിട്ടിയതല്ലോ. നീ എന്താടി ഞങ്ങളെ കളിയാക്കണോ? നീ ഈ കൊല്ലംകാരൻ കോപം കൊണ്ട് നിനക്ക് അറിയില്ലടി. നിങ്ങളൊക്കെ എന്നാ ഊള ഗുണ്ടകളാ. കേരളത്തിലെ മന്ത്രിയാകാൻ 3 കോടി രൂപ കൊടുക്കാനേ ഐഡിയ പറഞ്ഞു കൊടുത്തോളായി ഞാൻ. എടോ, തനിക്ക് കാശല്ലേ വേണ്ടത്? ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം, അങ്ങനെ ചെയ്യോ. കാശ് ഇപ്പൊ ഇവിടെ എത്തും. കൊള്ളാലോ. എടാ കോമുണ്ടേ, താനെന്ന് വിളിച്ചേ. ശമ്പളം കിട്ടും, പറ്റിയ പെൻഷനും കിട്ടും. നല്ല രാഷ്ട്രീയത്തിലും ചേർന്നാ മതിയായിരുന്നു. ഹലോ, മിസ്റ്റർ രവികുമാർ, നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാ മതി. നിങ്ങളുടെ ഭാര്യ സബീന ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. മര്യാദയ്ക്ക് 7.25 ലക്ഷം രൂപ തന്ന നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ ഇപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടുവിടും. അയ്യോ, ചതിക്കല്ലേ. 7.25 10 ലക്ഷം രൂപ ഞാൻ തരാം. 10 തരാം, ഫുള്ള് തരാം. 10 ലക്ഷോ? എടാ ഗോപ, പുള്ളി 10 ലക്ഷം രൂപ തരാം. എന്റെ പൊന്നാശാനെ 15 ലക്ഷം രൂപ വരെ വേണേ ഞാൻ തന്നേക്കാം. ആ മുതലിനെ എങ്ങോട്ട് കൊണ്ടുവിടല്ലേ പ്ലീസ്. എന്റെ പൊന്നളിയാ, കാല് പിടിക്കാലെയാ. എടാ കൊണ്ടുവരുവി, 15 ലക്ഷം രൂപ തരാന്ന് രവി സാർ പറഞ്ഞു. എടാ 15 ലക്ഷം. രവി സാറേ, സ്ഥലവും സമയവും ഞങ്ങൾ അറിയിക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞപ്പേ കാശ് വന്ന വഴി കണ്ടോ? നീയാണ് കൊള്ളാൻ്റെ കൊല്ലംകാരി. നീ ഞങ്ങൾ കൊല്ലംകാർക്ക് അഭിമാനമാണ്. അല്ല മാഡം, മാഡത്തിനോട് പുള്ളിക്ക് എന്താ ഇത്ര വിരോധം? മാഡത്തെ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴേ പുള്ളി 10 ലക്ഷത്തിലേക്ക് എത്തിച്ചു. ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ച, പക്ഷെ പുള്ളിക്ക് ഇപ്പൊ എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതെന്നാ മാഡം അങ്ങനെ? പുള്ളിക്ക് എന്നാ പണി? പുള്ളി ഒരു പ്രൈവറ്റ് ബസിന്റെ മുതലാളിയാ, അതുകൊണ്ട് പണി കിട്ടിയത് എനിക്കാ. അതെന്ത് പണി? അതെന്റെ അച്ഛൻ പറ്റിച്ച പണിയാ. എനിക്ക് പ്രിയദർശിനി എന്ന് പേരിട്ടു. അപ്പൊ സബീന? അത് കുഞ്ഞിക്കൂനെ വിളിക്കണ പോലെ ഞാൻ എന്നെ വിളിക്കണ പേരാ സബീന. ആരാടാ വിളിച്ചേ? അത് റോങ്കോളാ. വണ്ടി ശരിയാക്കിണ്ട്. നീ വന്നേ, നമുക്ക് ഇന്നലെ രാത്രി ബാറിൽ ചെന്നപ്പോൾ അമ്മ സാധനം തന്നില്ലല്ലോ. ഇപ്പോൾ രാവിലെ പോയി നമുക്ക് അടി ഉണ്ടാക്കാം. അത് ശരിയാ. കൊല്ലംകാരൻ സുമ്മാവാ.